കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മീയ സംഘടനയായ നക്ഷബന്ദിയ തുരീഖത്തിന്റെ മറവിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് ആരോപണം. സംഘടന വിട്ടവരെ ഭ്രഷ്ട് കൽപ്പിച്ച് ഒറ്റപ്പെടുത്തുകയാണെന്നും കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പുറത്താക്കപ്പെട്ടവർ പറയുന്നു. തുരീഖത്ത് സംഘം ആക്രമിക്കുമെന്ന് ഭീതിയുണ്ടെന്നും ഇവർ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. 1920കളിൽ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതാണ് പുത്തൻവീട് എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷബന്ദിയ തുരീഖത്ത്. 4ാമത്തെ ഗുരുവായി ഇപ്പോഴുള്ളത് ഷാഹുൽ ഹമീദ് എന്നയാൾ. എന്നാൽ തുരീഖത്തിന്റെ ആത്മീയ അനുഭവങ്ങളൊന്നുമല്ല പ്രസ്ഥാനത്തിന് അകത്തുള്ളതെന്ന് പുറത്തുള്ളവർ പറയുന്നു. പുറത്തായാൽ പിന്നെ ഭ്രഷ്ടാണ്. അടുത്ത ബന്ധുക്കളെ പോലും കാണാനോ സംസാരിക്കാനോ അനുവാദമില്ല. സംഘടന വിട്ടതോടെ ഭർത്താവ് ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട യുവതി ആക്രമിക്കപ്പെടുമെന്ന ഭീഷണിയോടെയാണ് കഴിയുന്നത്. ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് കത്തെഴുതിയിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ ഇതിൽ പുറത്താക്കിയപ്പെട്ട ആൾക്കാരോടൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വമേധയാ ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിനോട് എന്നെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഭർത്താവ് അവരെ കൂടെ നിന്നു. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഞാനും പുറത്തൊന്നും ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അതേപോലെ അവരാൾക്കാരെന്തെങ്കിലും ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പുറത്തിറങ്ങിയപ്പോൾ ഇതിലുള്ള ഒരാൾ എൻ്റെ പുറകെ വന്ന്, അപ്പം ഞാൻ വേഗം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അയാൾ പോയത്. പിതാവിനോട് സംസാരിക്കാൻ പോലും അനുമതി തടഞ്ഞതോടെ കടുത്ത മാനസിക സംഘർഷത്തിലാണ് കുട്ടികൾ. ഈ പ്രശ്നം ഉണ്ടായതോടെ അങ്ങക്ക് പേടി. താഴത്തൊക്കെ എടുക്കുമ്പോൾ അന്ന് ഞങ്ങളെ ഇപ്പനെയും ഉമ്മനെയും എൻ്റെ ഉമ്മൻ്റെ ഉമ്മനെയും ഓല് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. എന്നിട്ട് വേറെ ആരോ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കിടക്കുമ്പോൾ അവര് വാതിൽ കുത്തി പൊളിക്കോ അങ്ങനെയൊക്കെ എനിക്ക് പേടി. പിന്നെ എൻ്റെ പപ്പനായിട്ട് തീരെ മിണ്ടാനൊന്നും പറ്റൂല. എങ്ങനെങ്കിലും പപ്പനായിട്ട് മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കി തന്നെ. സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് കീഴ്ശ്ശേരിയിലെ സിറാജുദ്ദീൻ. മരിച്ച മാതാവിന്റെ സംസ്കാരക്രിയയിൽ പോലും തന്നെ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്ന് സിറാജുദ്ദീൻ പറയുന്നു. പക്ഷെ ഉമ്മ മരിച്ചപ്പം ആകെ 3/4 മണിക്കൂർ അതിനുള്ളിൽ നിർത്തിയിട്ടുള്ളൂ. ആ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ആ മയ്യത്ത് കാണാമെന്ന പോലെ ഒരു തടുത്തൊക്കെ ഞാൻ കാരണം. ഞാൻ അവിടെ പോയി ആ ശേഷക്രിയയിൽ പങ്കെടുക്കേണ്ട ആളല്ലേ ഞാൻ. പക്ഷെ അതിന് എനിക്ക് അനുവാദമില്ല. എനിക്ക് അവിടെ ചെല്ലാനും പറ്റില്ല. ചെന്നാൽ മറ്റുള്ളവരെന്തിനൊക്കെ ഉപദ്രവിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. രാവിലെ 8 മണിക്കാണ് ആ മയ്യത്ത് സംസ്കരിക്കണത്. ഈ 8 മണി വരെ ഞാൻ ഇവിടെ ഉറക്കം വെച്ച് കാത്തുന്നു. ഒരു വിളി കിട്ടുമോ ഉറങ്ങാതെ ഞാൻ കാത്തുന്നു. അതിൻ്റെ വേദന എത്രയെന്ന് പറയുന്നത്. സംഘടനയെ വിമർശിച്ചവരുമായി ഒരു സ്നേഹബന്ധവും പാടില്ലെന്നാണ് നിയമമെന്ന് നക്ഷബന്ദിയ തുരീഖത്ത് ജനറൽ സെക്രട്ടറി BC അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു. ചെയ്യുന്നവനോട് ഒരു സ്നേഹബന്ധം പുലർത്താൻ പാടില്ല. ഉമ്മയായാലും ഉമ്മയായാലും വാപ്പയായാലും ഒക്കെ കണക്കാ. പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും പറയാൻ അയാൾക്ക് എന്താ അവകാശമുള്ളത്? ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമല്ലേ പറയേണ്ടത്. ഈ ഇങ്ങനെ നിബന്ധനകള് തെറ്റിൽ നടന്നാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും, മാത്രമല്ല ഡിസ്മിസ് തന്നെ ചെയ്യും. മുസ്ലിം ആചാരപ്രകാരമുള്ള വെള്ളിയാഴ്ച പ്രാർത്ഥനയോ ഹജ്ജ് കർമ്മമോ ഇല്ലാത്ത വിഭാഗമാണ് പുത്തൻവീട് നക്ഷബന്ദിയ. ഇപ്പോഴത്തെ ഗുരു ഷാഹുൽ ഹമീദ് ഇക്കാലത്തെ പ്രവാചകനാണെന്നാണ് വിശ്വാസമെന്ന് അനുയായികൾ പറയുന്നു. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.